മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി പെയിൻറ്റിങ്ങിനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതായത് ഈ രീതിയിൽ പെയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ പെയിൻറ്റർ വിളിച്ചപ്പോൾ ഈ രീതിയിൽ അയച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കണേ. അപ്പോൾ അതും പ്രകാരം നമ്മളത് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത്ര ഐറ്റംസാണ് നമ്മളിപ്പം പെയിൻറ്റിങ്ങിലേക്ക് വിടുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതൊക്കെ ഫ്രണ്ട് കവറ്, മിറർ, സെൻറ്റർ കവറൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിലത്തെ പീസുകൾ ഇതൊക്കെ അതിനകത്ത് 1-2 ഐറ്റംസൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഹാൻഡിൽ കവറുണ്ടല്ലോ, ഈ ബ്ലാക്ക് കളർ വരുന്നത്, അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അതിൻ്റെ എല്ലാ സ്ക്രൂ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയേക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററൊക്കെ സൈഡൊക്കെ ഫേഡായി ഉരഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, അതും കൂടി മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഫേഡായേക്കണം, അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കും. പിന്നെ ബാക്കിലത്തെ ഈ ടൈലൈറ്റ് അസംബ്ലി ഉണ്ടല്ലോ, ബ്രേക്ക് ലൈറ്റിൻ്റെ ഇവിടെ വന്നെ ഗ്ലാസ് പൊട്ടിയേക്കാണ്, ഈ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ട്. തന്നെ അതും ഗ്ലാസ്സുകളൊക്കെ ഫേഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പൊട്ടിയേക്കണതാണ്. അപ്പോൾ കൂട്ടത്തേക്കിടെ അതും കൂടി മാറ്റി പോകണതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ബാക്കിലത്തെ ഈ ബോക്സൊക്കെ ഇതേപോലെ തന്നെ അഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് അയച്ചിട്ടുള്ളൂ കേട്ടോ. സാധാരണ മൊത്തം പീസാക്കി അടിക്കുമ്പോൾ എല്ലാം പീസാക്കിയിട്ടാണ് നമ്മൾ കൊടുത്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കാറ്. അപ്പോൾ പിന്നെ അതേപോലെ ഈ അടിയിലത്തെ ഈ കവറൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ്. അത് തൽക്കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യണമെന്നില്ല, അതങ്ങനെ തന്നെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് അത്രയാണ് പ്രത്യക്ഷത്തിൽ വലിയ പ്രോബ്ലം കാണിക്കില്ല കേട്ടോ. ഇത്ര ഐറ്റംസാണ് നമ്മൾ വിടണത്. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ജസ്റ്റ് അതിൻ്റെ ലിസ്റ്റൊന്നും തരാം. പിന്നെ അതേപോലെ തന്നെ നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്പറൊക്കെ പഞ്ചിങ് ടൈപ്പ് നമ്പർ പ്ലേറ്റാണ് വേണ്ടത്. നമുക്ക് പുതിയ മോഡൽ പഞ്ചിങ് ടൈപ്പാണ് നമുക്കതൊന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ചോക്ക് കേബിളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ബാക്കിയത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റുമ്പോൾ അതിൻ്റെ ബാക്കിയത്തെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയാം. നമുക്ക് ഇത്ര ഐറ്റംസാണ് നമുക്കത് പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുപോകണം കേട്ടോ.